ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. ഞാൻ ഇന്നിവിടെ പഴം കൊണ്ടും മൈദമാവ് കൊണ്ടും നല്ല അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. 4 മണിക്കൊക്കെ നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അധികം ചേരുവകളൊന്നും വേണ്ട, ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. വീഡിയോയിലേക്ക് പോകാം. ഈ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ആ കുഞ്ഞ് ബെല്ലൈക്കനൊക്കെ ഒന്ന് അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ടേ ഒരു മുട്ടയും 2 കപ്പ് മൈദമാവ് ഇട്ടെടുത്തത്, കുറച്ച് പാലൊഴിച്ച് കൊടുത്തു. പാകത്തിന് പാലൊഴിച്ചിട്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. കട്ടയൊക്കെ ഉടച്ച് നല്ലോണം അങ്ങനത്തെ ഇതെടുത്തിട്ട് നല്ലോണം ഇളക്കിങ്ങാണ്ട് യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ ഇതൊക്കെ യോജിപ്പിച്ച് നിങ്ങൾക്ക് അപ്പസോഡയും കുറച്ച് ഇട്ട് കൊടുക്കട്ടോ, ഒരു ലേസം. അത് ഓപ്ഷനാണ്, നിങ്ങൾ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ലേസം ഉപ്പും. അത് നമുക്ക് തുടങ്ങാം. അങ്ങനെ ഗൈസ്, ഒരു 3 നേന്ത്രപ്പഴം ഇങ്ങനെ ചെറുതായി നുറുക്കിയിട്ടേ, വല്ലാതെ ചെറുതാവൊന്നും വേണ്ട, കുറച്ച് കട്ടിയൊക്കെ ഉണ്ടായിക്കോട്ടെ. അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട്, ഓയിലായാലും പറ്റും കേട്ടോ.
ഞാനിപ്പോൾ ഓയിലും നെയ്യും കൂടിയും കൂട്ടിയിട്ടാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഈ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഒഴിച്ച് കൊടുത്തോളി, അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഇതിങ്ങനെ ഓരോന്നോരോന്ന് വെച്ചിട്ട് നമുക്കൊന്നേ നല്ലോണം ഒന്ന് മുരിച്ചെടുക്കാം, ഒന്ന് മറിച്ചിട്ടുങ്ങാണ്ട് വേവിച്ചെടുക്കാം. അങ്ങനെ അതൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേ നമ്മൾ ആ മൈദൻ്റെ കൂട്ടുണ്ടാക്കിയിട്ടുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചും കൊടുക്കുക. ഒക്കെ നിരത്തി വെക്കണം കേട്ടോ. ഫ്ലെയിമൊക്കെ ഒന്ന് ചെറുതാക്കി തിരിച്ചും മറിച്ചിട്ട് നമ്മൾ ഒന്ന് മറിച്ചിട്ടാൽ മതി കേട്ടോ. ഒറ്റ വട്ടം മറിച്ചിട്ടാൽ മതി. എന്നാൽ വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ ഗെയ്സ് ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയെ കാരമൽ ചെയ്തിട്ട് നമുക്കതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാം. മൈദൻ്റെ കൂട്ടൊക്കെ നല്ലോണം ചെറിയ തീയിൽ വെന്ത് ഒരു കോലുകൊണ്ട് ഇങ്ങനെ കുത്തി ഉള്ളൊക്കെ വെന്തിട്ടേ നമുക്കതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ അടിപൊളിയായ നേന്ത്രപ്പഴം മൈദമാവും വെച്ചിട്ടുള്ള സ്നാക്സ് അടിപൊളിയായി വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു. നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ ആ ബെല്ലൈക്കനൊക്കെ ഒന്നേ അടിച്ച് പൊട്ടിച്ച് നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ മാത്രം കേട്ടോ. കമൻസൊക്കെ അറിയിക്കൊണ്ടു. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ നമ്മുടെ കാരമലൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടോ. ഇതൊരു വേറൊരു പാത്രം മുകളിൽ വെച്ചിട്ടേ ഒന്ന് തിരിച്ച് കാണ്ട് വേറൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് പിന്നെ അതിൻ്റെ അടിഭാഗം കൂടി നമുക്ക് വേവിച്ചെടുക്കാം. ഒക്കെ വെന്തിട്ടുണ്ടാവും കേട്ടോ. എന്നാലും ഈ മുകൾ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് വേകാണ്ടാവും. മുകളിലൊരു പാത്രം വെച്ചിട്ടേ തിരിച്ചിട്ടെടുത്താട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ ഇങ്ങനെ കിട്ടിയത്. അടിയിലിങ്ങനെ പഴം നല്ല കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും. നമുക്ക് അടിയിൽ കുറച്ച് നെയ്യോ ഓയിലൊക്കെ പരട്ടിയിട്ടേ അത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടൊരു 5 മിനിറ്റ് കൂടി ചെറിയ ഫ്ലെയിമിലൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. ഒന്ന് അടച്ച് വെച്ചാൽ കേട്ടോ.